നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമാട്. US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഗുരുവായൂർ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരം മൂർത്തിയേടത്ത് മനയ്ക്കൽ സുധാകരൻ നമ്പൂതിരിപ്പാടും കുടുംബവുമാണ്. നമസ്കാരം. നമസ്കാരം. ഗുരുവായൂർ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതെ അല്ലേ? അതെ. എല്ലാ പൂജ ചെയ്യുന്ന ആളുകളുടെയും ഒരു സ്വപ്നമായിരിക്കാം ഒരുപക്ഷെ ഗുരുവായൂർ മേൽശാന്തിയാവുക, ശബരിമല മേൽശാന്തിയാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അതെ അതെ. അങ്ങനെ ഒരു നറുക്കെടുപ്പിൽ താങ്കളുടെ പേര് വീണപ്പോൾ ഉണ്ടായ ആ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദീർഘകാലം അധ്യാപകനായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് പൂജയൊക്കെ പഠിച്ചത്. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ഗുരുവായൂർ മേൽശാന്തിയായിട്ട് അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടുകയുണ്ടായി 2020 കൊറോണക്കാലം കഴിഞ്ഞ്. ജ്യേഷ്ഠൻ്റെ പേരെന്താ? ജ്യേഷ്ഠൻ്റെ പേര് മൂർത്തിയേടത്ത് കൃഷ്ണൻ നമ്പൂതിരി. അപ്പോഴാണ് പിന്നെ എൻ്റെ അമ്മാവന്മാരൊക്കെ നേരത്തെ കുറേ പേര് ഗുരുവായൂരും ശബരിമലയൊക്കെ മേൽശാന്തിയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ റിട്ടയർമെൻറ്റിന് ശേഷം എന്നാൽ നമുക്കൊക്കെ അവകാശപ്പെട്ട ഈ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരു മാനസികമായിട്ടും എല്ലാ നിലയ്ക്കും നമുക്കൊരു നല്ലതാണെന്ന് തോന്നിയിട്ടാണ് ഈ പൂജ പഠിച്ചത്. അപ്പോൾ ജ്യേഷ്ഠൻ്റെ അടുത്ത് തന്നെയാണ് പഠിച്ചത്. അങ്ങനെയാണ് ഞാൻ അപേക്ഷ കൊടുക്കലും. അപ്പോൾ ഞാൻ 4ാമത്തെ തവണയാണ് ഇപ്പോൾ ഈ അപേക്ഷ കൊടുത്തത്. അപ്പോഴാണ് ഭഗവാന്റെ ഒരു അനുഗ്രഹം അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര 63 പേരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഈ പൂജ എന്ന് പറയുന്നത് ഇപ്പോൾ റിട്ടയർമെന്റിന് ശേഷമാണ് തുടങ്ങിയത് പറഞ്ഞു അല്ലേ? ഇപ്പം നിലവിൽ എവിടെയെങ്കിലും പൂജ ചെയ്യുന്നുണ്ടോ? നിലവിൽ ഞാൻ ഇവിടെ ഞങ്ങളുടെ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ ഞങ്ങൾ ഊരാളന്മാരായിട്ടുള്ള ഒരു അമ്പലമുണ്ട്, ശിവന്റെ അമ്പലമുണ്ട്. അവിടെ പണ്ട് മുതലേ ഉണ്ട്. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ അവിടെ, ഞാനും ഏട്ടനും അവിടെ പൂജ ചെയ്തിട്ടാണ് ഞങ്ങൾ വിദ്യാഭ്യാസം അടക്കം നിർവഹിച്ചത്. ഇവിടെ പൂജ ചെയ്തിട്ട് പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്കൂളും കോളേജിലൊക്കെ പോയിരുന്നത്. അതിപ്പോൾ സാധാരണഗതിയിലുള്ള പൂജകളാണ്. ഇതിപ്പോൾ വലിയ പൂജ, സപരിവാരം പൂജ പറയും. ഗുരുവായൂരൊക്കെ ചെയ്യുന്നത് വലിയ പൂജകളാണ്. അത്തരം പൂജകളൊക്കെ പഠിക്കാൻ നമുക്ക് കുറച്ചുകൂടി ക്ഷമയും സമയവും ഒക്കെ വേണം. പരിശീലനം കൂടുതൽ വേണം. അപ്പോൾ അത് നമ്മൾ റിട്ടയർ ചെയ്യുന്നവരെ എന്തായാലും ഈ നമ്മൾ റിട്ടയർ ജോലിയിലിരിക്കുമ്പോൾ ഗുരുവായൂർ അപേക്ഷ കൊടുക്കുന്നതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. NOC അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് കൊടുത്തത്. എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്? ഞാനിവിടെ ശ്രീകൃഷ്ണപുരത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായിരുന്നു. സ്കൂളിന്റെ പേരെന്താ? ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിനുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തു. 2022 റിട്ടയർ ചെയ്തു അല്ലേ? ഓക്കെ. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക, ഗുരുവായൂർ മേൽശാന്തിയായി ഇനിയിപ്പോൾ 6 മാസം അല്ലേ? ഒക്ടോബർ 1 മുതൽ അല്ലേ? 6 മാസം അല്ലേ? ഓക്കെ. പിന്നെ ഇനി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മളെ പൂജയിൽ നമ്മുടെ ഗുരു എന്ന് പറയുന്നത് ഇപ്പോൾ സഹോദരനാണ് അല്ലേ? ബ്രദറാണ് അല്ലേ? മുൻ മേൽശാന്തി ആയിട്ടുള്ള. ആദ്യകാലത്തൊക്കെ അച്ഛനാണ് ചെറിയ പൂജകളൊക്കെ പഠിപ്പിച്ചത്. ഓക്കെ. ഞങ്ങൾ അമ്പലത്തിലൊക്കെ കഴിക്കുന്നത് അച്ഛൻ നിർദ്ദേശിച്ച പ്രകാരമാണ്. പിന്നെ വലിയ പൂജ ഏട്ടൻ്റെ അടുത്ത് നിന്നാണ് പഠിച്ചത് അല്ലേ? അങ്ങനെ ഒരു കലാകാരൻ കൂടിയാണെന്ന് അറിയാം. ഏതൊക്കെ മേഖലയിലാണ്, എന്തൊക്കെയാണ്? ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ പൊതുവെ ഒരു കലാകുടുംബമാണ്. എൻ്റെ ജ്യേഷ്ഠൻ മ്യൂസിക് ടീച്ചറായിരുന്നു. ഇപ്പോൾ ഈ ഗുരുവായൂർ മേൽശാന്തി ആയിരുന്ന ഏട്ടൻ മ്യൂസിക് ടീച്ചറാണ്. പിന്നെ ഒരു ഏട്ടൻ്റെ മകൻ വയലിൻ വായിക്കുന്ന ആളാണ്. ഞാൻ മൃദംഗമാണ് സെലക്ട് ചെയ്തത്. കുറച്ച് പാട്ടാണ് ആദ്യം പഠിച്ചത്. ചെമ്പയിലൊക്കെ ഞാൻ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് എല്ലാ കൊല്ലവും പങ്കെടുക്കാറുണ്ട്. ആകാശവാണിയുടെ ഗ്രേഡഡ് ആർട്ടിസ്റ്റാണ്. മൃദംഗവും ഘടവും വായിക്കും. അപ്പോൾ ചെമ്പൈ സംഗീതോത്സവത്തിന് ആകാശവാണി വിളിച്ചിട്ട് നമ്മളവിടെ പോകാറുണ്ട്, പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്. ഫാമിലിയൊക്കെ എങ്ങനെയാണ്? അച്ഛൻ്റെ പേര് ശങ്കരനാരായണൻ നമ്പൂതിരി. ലേറ്റ് ആണ്. അതെ, മരിച്ചു. ഓക്കെ. പിന്നെ എൻ്റെ അമ്മയുടെ പേര് ഉമാദേവി അന്തർച്ചനം. അമ്മ ഷൊർണൂർ കവളപ്പാറ തീയന്നൂരും മനക്കിലെ കുടുംബാംഗമാണ്. അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അവിടെയും അമ്മാവന്മാർ കുറേ പേര് മേൽശാന്തിമാരായിട്ടുണ്ട്. പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. ശരി. പിന്നെ സഹോദരങ്ങൾ ഇപ്പോൾ ഒരാളിപ്പോൾ ഈ മുൻ മേൽശാന്തി, കോവിഡ് കാലത്താണ് അദ്ദേഹം മേൽശാന്തി ആയിട്ടുണ്ടായിരുന്നത്. നേരെ തൊട്ട് മീതുള്ള സഹോദരൻ ആണ് അദ്ദേഹം. പിന്നെയൊക്കെ സഹോദരിമാരാണ് അല്ലേ? അവരുടെ പേരെന്താ? അവര് പിന്നെ അതിലിപ്പം അതിന്റെ തൊട്ട് മീതെയുള്ള ഒരു സഹോദരി മരിച്ചുപോയി. സാവിത്രി എന്നാണ് അവരുടെ പേര്. പിന്നെ നന്ദിനി എന്നൊരു സഹോദരി ഉണ്ട്. പിന്നെ ഗിരിജ എന്ന് പറഞ്ഞ ഒരു സഹോദരി. അവരൊക്കെ വെള്ളിനേഴി ഇവിടെ അടുത്ത് തന്നെ. പിന്നെ ഉമാദേവി എന്ന് പറഞ്ഞ ഒരു സഹോദരി ഉണ്ട്. പിന്നെ മീതുള്ള സഹോദരിമാർ 3 പേരുണ്ട്. ഒരു ജ്യേഷ്ഠൻ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഹെഡ് മാഷായിരുന്നു.
ഓക്കെ. പിന്നെ വൈഫ്, കുട്ടികൾ? വൈഫ് ഷാജിനി എന്നാണ് വൈഫിൻ്റെ പേര്. ഷാജിനി. അവർ ഈ കല്ലടി സ്കൂളിൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് 2024 റിട്ടയർ ചെയ്തു അല്ലേ? ഓക്കെ. കുട്ടികൾ എത്ര പേരാ? 2 ആൺകുട്ടികളാണ്. മൂത്താള് സുമനേഷ്, അയാള് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, ഷാർജയിൽ ജോലി ചെയ്യും. അയാളുടെ വൈഫ് വാണി എന്ന് പറയുന്ന കല്യാണം കഴിഞ്ഞു. അവർ രണ്ടുപേരും അവിടെയാണ്. രണ്ടാമത്തെ മകൻ MSc B.Ed ആണ്. അത് കഴിഞ്ഞപ്പോൾ അയാൾ ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഒരു താൽക്കാലികമായിട്ടൊരു ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? അതെ. എൻ്റെ പേര് ഷാജിനി. ഞാൻ മണ്ണാർക്കാട് കല്ലടി ഹയർ സെക്കൻഡറിയിലെ HM ആയിട്ട് റിട്ടയറായി. നിഖിലേഷ് എന്നാണ് പേര്. ഇപ്പോൾ B.Ed കഴിഞ്ഞു. മൂത്താള് സുമനേഷ്, അയാള് ഗൾഫിലാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യണം. അയാളുടെ വൈഫ് വാണി, അവരും അവിടെ ജോലി ചെയ്യണം. അതാണ് കുടുംബവിശേഷം. അവരൊക്കെ അത്യാവശ്യം കലാരംഗത്തും കൂടി ഉള്ളവരാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ എല്ലാ തരത്തിലും എന്താ പറയുക, ഒരു ഈശ്വരാനുഗ്രഹം അല്ലേ? നമ്മളിപ്പോൾ പൂജ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിനൊക്കെ വലിയൊരു സന്തോഷം കിട്ടുന്ന ഒരു, ഒപ്പം തന്നെ കലാകാരനും കൂടി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അപൂർവതയാണ്. 2 പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചു. ഞാൻ എഴുത്തുണ്ട്, കവിത സമാഹാരങ്ങൾ 2. അതെ അല്ലേ? ശരി. ഞാൻ മലയാളമാണ് എൻ്റെ സബ്ജക്റ്റ്. ശരി. മലയാള അധ്യാപകനായിരുന്നു. പട്ടാമ്പി കോളേജിൽ നിന്ന് PG കഴിഞ്ഞു. SNGS പട്ടാമ്പി അല്ലേ? അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു കവിതാ സമാഹാരം തള്ളയിലൊട്ടി എന്ന് പറഞ്ഞിട്ട്, അത് 2022 ഞാൻ സാധനം ചെയ്തത്. നേരത്തെ കുറച്ച് എഴുതിയിരുന്നു വെച്ചാൽ പ്രസിദ്ധീകരണമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇപ്പോഴാണ് അത് ഭാഷാഭൂഷണി, അതുപോലെ മാതൃഭൂമി, അങ്ങനെയുള്ള വരികളിലൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? ഇനി ഈ ഒരു എന്താ പറയുക, ഇപ്പോൾ വളരെയധികം ഒരു താങ്കൾക്കും കുടുംബത്തിനും എന്നല്ല, നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓർത്തെടുക്കാവുന്ന, അല്ലെങ്കിൽ നമ്മൾ ഓർമ്മിച്ചെടുക്കാവുന്ന, അല്ലെങ്കിൽ ഓർമ്മിച്ചെടുക്കേണ്ട, പറയേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും പേരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം നമ്മുടെ അച്ഛനമ്മമാരുടെയും അതുപോലെ നമ്മുടെ ഈ എന്താ പറയുക, നമ്മൾ പറയുന്ന ഈ നമ്മുടെ പരദൈവങ്ങൾ, അങ്ങനെയുള്ളവരുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഇത്തരം, നമ്മളിങ്ങനെ പോകുന്ന ഒരു വഴി നിർണ്ണയിക്കുന്നത് തന്നെ ഇത്തരം ചില കാര്യങ്ങളാണ് എന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. വായിച്ചു പഠിക്കുന്നതിനേക്കാൾ അധികം നമുക്ക് ഒരു പ്രായം കഴിയുമ്പോൾ ജീവിതത്തിൽ നമ്മൾ അനുഭവങ്ങളെ വിലയിരുത്താൻ പഠിക്കും. അപ്പോൾ ആ അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത പാഠങ്ങൾ. ബാക്കിയൊക്കെ നിമിത്തം. ബാക്കി അക്കാഡമിക് നോളജ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു തരത്തിലുള്ള നോളജാണ്. അത് കുറേ ഇൻഫർമേഷൻസ് നമുക്ക് ഉണ്ടാക്കി തരുന്നല്ല, അത് അതിനപ്പുറത്ത് നമുക്കൊരു അറിവ് എന്ന് പറയുന്ന ജീവിതം തരുന്ന അറിവ് തന്നെ. പഠിച്ചതൊക്കെ എവിടെയാ? സ്കൂളിലോ? ഞങ്ങള് SNGS-ലാണ് കോളേജ് പഠിച്ചത്. PG ഡിഗ്രി MA SNGS-ലാണ്. പിന്നെ അതിൻ്റെ താഴെ സ്കൂളിൽ പ്രീ ഡിഗ്രി ഞാൻ MES-ലാണ് പഠിച്ചത്, മണ്ണാർക്കാട്. പിന്നെ സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ LP സ്കൂൾ ഞങ്ങളുടെ അടുത്ത് തന്നെ വലമ്പുരിമംഗലം ഒരു ALP സ്കൂളുണ്ട്. അവിടെ 5ാം ക്ലാസ് വരെ ഉണ്ട്. ഞാൻ 6 മുതൽ 10 വരെ ശ്രീകൃഷ്ണപുരം ഹൈസ്കൂളിലാണ് പഠിച്ചത്. ഞാൻ വർക്ക് ചെയ്ത സ്കൂൾ തന്നെയാണ്. ഇനി എന്താ നമുക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടിട്ട്? പറയാനെന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചതാണോ എന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എന്ത് കിട്ടിയാലും സ്വീകരിക്കാൻ ഞാൻ മാനസികമായിട്ട് പലപ്പോഴും അങ്ങനെ നമ്മൾ തയ്യാറെടുക്കാറുണ്ട്. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരുപോലെ കണക്കാക്കണം എന്ന് നമ്മൾ സ്വയം പഠിച്ചു വെച്ച ചില പാഠങ്ങളുണ്ട്. ഭഗവാനെ സംബന്ധിച്ച്, ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ അങ്ങനെയുള്ള കൃഷ്ണ ഫിലോസഫി എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. എല്ലാം ഈ നറുക്കെടുപ്പിലൂടെ കിട്ടുക എന്ന് പറയുമ്പോൾ വേറെ ഒരു തരത്തിലുള്ള ഒന്നുമില്ലല്ലോ, എല്ലാം ഭഗവാന്റെ തീരുമാനം തന്നെയാണ്. ഞാനപ്പോൾ എല്ലാം നമ്മൾ ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പോൾ പൂജ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിക്കണം. അത് പഠിച്ച് ഇന്റർവ്യൂവിനൊക്കെ നമ്മൾ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യണം. ഗുരുവായൂർ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കർശനമായിട്ടുള്ള ഇന്റർവ്യൂ ആണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. നമ്മളത് പൂജ ചെയ്യിപ്പിക്കും, നമ്മൾ ചോദിക്കും, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഭഗവാന്റെ മുമ്പിന്ന് ഭഗവാൻ തന്നെയാണത്. അപ്പൊ എന്തോ എനിക്കിങ്ങനെ മനസ്സിൽ വല്ലാത്തൊരു അനുഭൂതി തോന്നിയിരുന്നു. ഭഗവാന്റെ ഒരു അനുഗ്രഹം എൻ്റെ മേല് ചൊരിയുന്നതായിട്ട് എനിക്ക്
തോന്നിയത്. അത് ഞാൻ പലരോടും പറഞ്ഞു. അതെ, ഓരോരുത്തരും ചോദിക്കും എന്താണ് ഈ നറുക്കെടുപ്പിൽ കിട്ടിയപ്പോൾ തോന്നിയെന്ന്. അത് പറയാൻ പറ്റില്ല. അത് വാക്കുകൾക്ക് അതീതമാണ്. അതിന് വാക്കുകളില്ല. ഓക്കെ, സഹോദരനെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? മുൻ മേൽശാന്തി. അതെ, എൻ്റെ സഹോദരനും എൻ്റെ ഗുരുനാഥനുമാണ്. ഗുരുനാഥനും കൂടി ആയിട്ടുള്ള സഹോദരൻ കൃഷ്ണൻ നമ്പൂതിരി. അപ്പോൾ അദ്ദേഹത്തിന് പുതിയ മേൽശാന്തി സഹോദരൻ അല്ലേ? മുൻ മേൽശാന്തി അല്ലേ? അങ്ങ് കോവിഡ് കാലത്താണ് മേൽശാന്തി ആയിട്ടുള്ളത്. എങ്ങനെയാണ് ആ സമയത്തുള്ള ഒരു അനുഭവം വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ? കോവിഡ് കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് എല്ലാവർക്കും. പലർക്കും ആ ഒരു കാലത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് വളരെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാലമാണ്. അപ്പം അന്ന് എന്താ വെച്ചാൽ ഈ ഇൻ്റർവ്യൂ ഒക്കെ നടക്കാത്തൊരു സമയമുണ്ടായി. ഈ മാസത്തിൽ ഇൻ്റർവ്യൂ നടന്നില്ല. എന്നിട്ട് അത് നീട്ടിവെച്ചു. എന്നിട്ട് അങ്ങനെ ഇതേപോലെ ഒരു സെപ്റ്റംബർ 2 ദിവസമായിട്ടാണ് അന്നുണ്ടായത്. ഒരു ദിവസം ഇൻ്റർവ്യൂ, പിറ്റേ ദിവസം നറുക്കെടുപ്പ്. അപ്പോൾ ഈ ഉച്ചപൂജ നേരത്തെ കഴിയും അന്നൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ ഉച്ചപൂജ കഴിയുമ്പോൾ 10:30 ഉച്ചപൂജ കഴിയുമ്പോഴേക്കും എന്താ വെച്ചാൽ ഈ ഇൻ്റർവ്യൂ മുഴുവൻ കഴിയില്ല, എല്ലാവരെയും കഴിയട്ടെ. അപ്പോൾ എനിക്ക് ഞാനുള്ള സമയത്ത് എന്താ വെച്ചാൽ 45 ആളുണ്ടായിരുന്നു ഈ ഇൻ്റർവ്യൂ. നറുക്കിൽ 45 ആളുണ്ടായിരുന്നു. 49 ആൾ അപേക്ഷകരുണ്ടായിരുന്നു. അതിൽ 4 ആളൊറ്റ പുറത്തായി. അത് കഴിഞ്ഞിട്ട് 45 ആൾ നറുക്കിലുണ്ടായിരുന്നു. അപ്പോൾ 14-ാം തീയതി ഇൻ്റർവ്യൂ കഴിഞ്ഞു, 15-ാം തീയതിയാണ് നറുക്കെടുപ്പുണ്ടായി. അപ്പം അന്ന് അങ്ങനെ അത് കിട്ടി. പക്ഷെ എന്താ വെച്ചാൽ നമുക്കെന്താ വെച്ചാൽ ഗുരുവായൂരപ്പൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഉപാസിക്കാൻ പറ്റിയൊരു കാലമായിരുന്നു. കാരണം വേറെ ഭക്തജനങ്ങളെ ആരെയും ഉള്ളിലേക്ക് വിടാത്തൊരു കാലം അല്ലേ? അതൊരു പക്ഷേ ഗുരുവായൂർ അമ്പലത്തിന്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ അപൂർവമായിട്ടുള്ള ആർക്കും അങ്ങനെ ഓർമ്മയില്ല. ഇനി പണ്ടത്തെ കാലത്ത് വസൂരിയൊക്കെ വന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത്രേ. വസൂരി ഇതേപോലെ ഒരു ഭയങ്കര ഭീതിപ്പെടുത്തുന്ന ഒരു രോഗമായിരുന്നല്ലോ. അപ്പൊ അന്ന് ഇതേപോലെയൊക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു വെച്ചില്ല. പക്ഷെ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു അനുഭവം ഒരാൾക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ മേൽശാന്തി ആയിട്ടുള്ള ആ ഒരു കാലം വളരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും അല്ലേ? ഞങ്ങളതിനൊക്കെ അനുഗ്രഹിക്കുക. തീർച്ചയായും ഞങ്ങൾക്കും ഈ ഒരു ഭഗവാന് സമർപ്പിക്കുകയാണ്. ഭഗവാനാണ് എല്ലാം നടത്തി തരുന്നതെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ. തീർച്ചയായിട്ടും. എന്താ ഭക്തജനങ്ങളോട് പറയാനുള്ളത് എന്താ ഈ ഒരു അവസരത്തിൽ? ഇതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ, ശരണാഗതി എന്നൊക്കെ പറയും, ടോട്ടൽ സറണ്ടർ എന്നൊക്കെ സ്പിരിച്വലിസത്തിൻ്റെ ഭാഷയിൽ പറയും. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ അതിൽ നിന്ന് ഒന്നും പേടിക്കാനില്ല. നമുക്ക് എല്ലാം ഭഗവാൻ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ ആണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുപോലെയാണ് എല്ലാ ഭക്തന്മാരും ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. ഭക്തിക്ക് പല വഴികളുണ്ട്, പലരും പല തരത്തിലാണ് സമീപിക്കുന്നത്. എന്തായാലും എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം ഭഗവാനെ അറിയുക, ഭഗവാനിലെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് സാധിക്കാൻ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ അത് നടക്കാതിരിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത്രയും സമയം US മീഡിയ ന്യൂസിന് വേണ്ടി ഭക്തജനങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. സന്തോഷം. നമസ്കാരം.